ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറേ നാളായിട്ട് കാത്തിരുന്ന നമ്മൾ ടൂറാണ്. രാമക്കൽമേടാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഓക്കെ എല്ലാവരും. അങ്ങനെ നമ്മളെ വണ്ടി വന്നു ഗൈസ്. മുഹബത്ത് എന്നാട്ടോ വണ്ടിൻ്റെ പേര്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ ക്ലിനിക്കൊക്കെ അടച്ചിങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറാനുണ്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. അജിത് സാറ് ഞങ്ങളെ ഓണറാണ് കേട്ടോ. സാറ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫാമിലീസ് ഉള്ളത് കൊണ്ട് എല്ലാവരും പരസ്പരം ഒന്നുകൂടെ പരിചയപ്പെട്ടു. പിന്നെ എൻ്റെ അത്രയും വേണ്ടപ്പെട്ട സ്റ്റാഫുകൾ, അതിലൊരാൾ മാത്രമേ മിസ്സുള്ളൂ, മധു ഉണ്ട്. ബാക്കി എല്ലാവരും ഉണ്ട്. ഷംന ഉണ്ട്, ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു. ഐഷു ഉണ്ട്, ലാബിലുണ്ട്. പിന്നെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് അസുണ്ട്. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യണം, അല്ലാതെ മിണ്ടാതെ സീറ്റിലിരിക്കുന്നു ആരും. വളരെയധികം ഡാൻസ് കളിക്കുക, പാട്ട് പാടുക. ആകെ ഒരു ദിവസം കിട്ടുള്ളൂ, അത് എൻജോയ് ചെയ്യേ. ഒരു വർഷത്തേക്കുള്ളതാണത്. എന്നേക്കും നമുക്ക് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാരും അടിച്ചു പൊളിക്കേ. ഓക്കെ, ബൈ. അങ്ങനെ ഗൈസ് സാറ് തന്നെ തുടങ്ങിട്ടോ. പിന്നീട് സംഭവിച്ചെന്താന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പിന്നീട് സീറ്റിലിരിക്കാൻ ആളെ കിട്ടിയിട്ടില്ല. കാരണം എല്ലാവരും ഇറങ്ങി, ഒരാളില്ലാതെ എല്ലാവരും ഡാൻസ് ചെയ്യാൻ ഇറങ്ങിട്ടോ. അങ്ങനെ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തു, നന്നായിട്ട് എൻജോയ് ചെയ്ത്. നാജിമേഘൊക്കെ ഡാൻസിന് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു കേട്ടോ. പാട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ട്രിപ്പിൽ ഞങ്ങളങ്ങനെ ഇരുന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങളൊന്ന് ഇരിക്കുമ്പോഴത്തേക്ക് സാറ് വരും. സാറ് പിന്നെ 2 സ്റ്റെപ്പ് എടുക്കും, പിന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെ അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങളെ ചേച്ചിമാരാണ് കേട്ടോ. നമ്മളെ അവിടുത്തെ സാറിന് 2-3 ഷോപ്പുണ്ട്. അപ്പം അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും കൂടിയിട്ടാണ് ടൂർ പോയിട്ടുള്ളത്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറൊരു ബിസിനസ് മാനാണ് കേട്ടോ. ഞങ്ങൾക്ക് വാക്സോവ എന്ന് പറയുന്ന ക്ലിനിക്ക് ഉണ്ട്. പിന്നെ രാമപുരത്ത് വാക്സോവൻ്റെ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. പിന്നെ അല്ലാതെ സാറിന് ഹോൾസെയിലിൻ്റെ ഒരുപാട് ഫാർമുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ വർഷം നമുക്കുള്ള ടൂർ തന്നെയാണത്. അത്രമാത്രം എൻജോയ് ചെയ്ത് അത്രയും ഹാപ്പി ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു തട്ടുകട കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ ഗൈസ് അജിത് സാറിൻ്റെ മോളെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ പേര് കഴിച്ചു, കുറേ പേര് ഓർഡർ ചെയ്തിങ്ങനെ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എളുപ്പം വരും എന്നുള്ള പ്രതീക്ഷയും. സൗമ്യ ചേച്ചി, അനില ചേച്ചിയൊക്കെ വന്നു വിചാരിച്ച് തട്ടുകടക്കാരെ നോക്കിയിരിക്കുകയാണ്. തട്ടുകട ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്തിരിക്കാനൊരു മടുപ്പ് തോന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഗൈസ് എനിക്ക് ചായ കിട്ടി. ചേച്ചി ഇപ്പോഴും ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഞാൻ അവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങി പുറത്തുള്ള കാഴ്ചകൾ കണ്ടിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ കുറച്ചുകൂടി യാത്ര ചെയ്തു. വീണ്ടും ഞങ്ങൾ ഡാൻസ് ചെയ്യാൻ ഇറങ്ങി. അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഡാൻസ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ പാട്ടങ്ങനെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാട്ടിടാത്ത കേട്ടോ. അങ്ങനെ എൻജോയ് ചെയ്ത്, നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളിനി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ യാത്ര. റൂമിൽ ഫ്രഷ് ആവാൻ പോകണം, ഡ്രസ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഞങ്ങളെ ഞങ്ങൾക്കൊരു ഗൈഡ് ഉണ്ട്.
ഞങ്ങളെ ഗൈഡിൻ്റെ പേര് ആബിദ് എന്നാണ് കേട്ടോ. പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് തന്നുകൊണ്ടിരുന്നു, ചെയ്യേണ്ട കാര്യങ്ങളും റൂമും ടൈമൊക്കെ. നമ്മൾ രാമക്കൽമേട് തിരികെയാണ്, ഇവിടെ നിന്നാണ് തുടങ്ങാൻ നമ്മൾ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? അതെല്ലാവരും പവറായിട്ട് ചെയ്യുക. നമുക്ക് കുറെ മല കയറാനും കുന്നു കയറാനൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഫ്രഷപ്പ് ആണ്. ഫ്രഷപ്പിൽ നിങ്ങൾക്ക് ഏകദേശം നമ്മളൊരു 6 റൂം നമ്മൾ തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസോർട്ടിൽ പോയി, നമ്മൾ ഫുഡൊക്കെ റിസോർട്ടിലാണ്, ബാക്കി എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ റിസോർട്ടിലാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പൊ കറക്റ്റ് ഏറെ എവിടെയായി, എത്ര സമയമാണ് തരാം? മാക്സിമം നിങ്ങളൊരു 9 മണിക്ക് ആകുമ്പോഴത്തേന് 8, 9. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഇവിടെ ഞങ്ങൾ ഫ്രഷായി എല്ലാവരും ഫോട്ടോസ് എടുത്തു. ഇതാണ് അജിത് സാറിൻ്റെ ഫാമിലി. അങ്ങനെ ഇതാണ് കേട്ടോ ദിവ്യ മാഡം, അജിത് സാറിൻ്റെ വൈഫ്. അങ്ങനെ ഞങ്ങൾ മറ്റൊരു മുതലാളി സൈഫുക്കയാണ് കേട്ടോ. അവർ രണ്ടുപേരും പാർട്ട്നേഴ്സാണ്. അപ്പം സൈഫുക്ക ഫാമിലി ഇതാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ റിസോർട്ടിലേക്ക്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് യാത്ര ചെയ്ത് ഞങ്ങൾ വന്നെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, കാരണം ഒരു ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റിസോർട്ട് ഇതാണ് കേട്ടോ, ക്രൗഡ് ഹിൽസ് എന്നാട്ടോ റിസോർട്ടിൻ്റെ പേര്. അത്യാവശ്യം നല്ല റിസോർട്ടാണ്. അത്യാവശ്യം നല്ല ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അങ്ങനെ തോന്നൂല, അത്രയും വിശാലത ഉള്ളതാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി ടോപ്പ് ഫുഡും, അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റാണ് കേട്ടോ. എടുത്ത് പറയാണ്, കാരണം അത്രയും പെർഫെക്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 5-6 പേര് പൊളിച്ച് ടീംസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എവിടെ കയറിയാലും ഞങ്ങൾക്ക് സെൽഫി. വാഷ്റൂമിൽ കയറിയപ്പോൾ അപ്പോഴും സെൽഫി ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ പോയി കേട്ടോ. ഫുഡൊക്കെ ടോപ്പ് ഫുഡാണ് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും വീണ്ടും വന്ന് എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. ഫുഡ് കഴിച്ചിറങ്ങിയാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടാണല്ലോ മുഖ്യം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫോട്ടോഷൂട്ട് തുടങ്ങി ഗൈസ്. പിന്നീട് ഞങ്ങൾ ആ റിസോർട്ടിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകാനുള്ള വണ്ടിയൊക്കെ ഇപ്പോഴത്തേക്കും ഇങ്ങനെ റെഡിയായി നിൽക്കുക. അങ്ങനെയാണ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ പോവാണേ. പൊന്നെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്, കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം നമ്മളവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അത്രമാത്രം വൈബാണ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണും, നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന പോലെയല്ല. രാമക്കൽമേട് അത്യാവശ്യം നല്ല കാണാനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അതൊരു മനസ്സ് പതിഞ്ഞൊരു ട്രിപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം ഭയങ്കര കാറ്റാണ് കേട്ടോ അവിടെ. കാരണം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ രാമക്കൽമേട്. 1100 മീറ്റർ ഉയരത്തിലാണ് ഈ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ രാമക്കൽമേട്. അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കമ്പന്തേനിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്നത്. ഇവിടെ കേട്ടോ ഒരു മിനിറ്റ് റന അങ്ങനെ കാട്ടി കൈകൊണ്ട് എല്ലാരും കാട്ടിക്കോ. ആ ഓക്കെ 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 പുറകോട്ട് വ്യൂ അല്ലേ. അങ്ങനെ പുളികളായ ഞങ്ങളുടെ വീണ്ടും ഫോട്ടോഷൂട്ട് ആരംഭിച്ചു ഗൈസ്. അടിപൊളി പിക്കെടുക്കാൻ പറ്റിയ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടോ. ഡാൻസും ഫോട്ടോഷൂട്ടിനും വേണ്ടി മാത്രമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. എവിടെ കണ്ടാലും ഞങ്ങൾ ഫോട്ടോ എടുക്കും. ബബീഷിനെ കാണണല്ല എന്താ ബബീഷ് ഇങ്ങോട്ടേക്ക്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ തിരിച്ച് ഞങ്ങൾ പിന്നെ പോണ ട്രക്കിങ്ങിലേക്കാണ് കേട്ടോ. അതൊരു വല്ലാത്ത വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ട്രക്കിംഗ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.